KSRTCയും MVDയും ചേർന്ന് നടത്തുന്ന മോട്ടോ എക്സ്പോയ്ക്ക് കനകക്കുന്നിൽ തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 22 മുതൽ 24 വരെയാണ് പ്രദർശനം നടക്കുക. KSRTCയുടെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ വോൾവോ വരെയുള്ള പുതിയ ബസ്സുകളുടെ പ്രദർശനമാണ് എക്സ്പോയിൽ നടക്കുന്നത്. നേരെ നമ്മൾ ആംബിയർ മീറ്റർ ഇഗ്നീഷൻ, ഇതാണ് ഇഗ്നീഷൻ. വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്ന ഇതാണ്. ഓൺ ചെയ്യുമ്പോൾ ബാറ്ററി വാണിംഗ് ലാമ്പാണ് എന്നിട്ട് നമുക്ക് അടുത്ത് ആവശ്യമുള്ള ലൈറ്റുകൾ ഇടാം. അത് പാർക്ക് ലൈറ്റാണ്. അടുത്ത് ലൈറ്റ്, ഡിമ്മം ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ മോട്ടോർ, നമുക്ക് ഇവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് വയറിംഗ് ആണ്. നമുക്ക് വണ്ടിയിൽ ഇങ്ങനെയാണ് വയറിംഗ് വരുന്നത്. അപ്പോൾ നേരെ ഫീസിൽ വരും. ഫീസിൽ നിന്ന് റിലേ, ഒരു റിലേയിൽ പോകും. റിലേയിൽ നിന്നാണ് ലൈറ്റുകളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ടർ സ്വിച്ചാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിച്ചാണ്. ഇത് സ്റ്റാർട്ടർ മോട്ടോർ വർക്കാവും. ഇത് നേരെ ഫ്ലൈ വീലാണ് കണക്ട് ആവുന്നത്. നമുക്കിപ്പോൾ ഫ്ലൈ വീലില്ല, എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ഫ്ലൈ വീലില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകും. ഇത് സ്പീഡ് സെൻസറാണ്. വണ്ടിയുടെ സ്പീഡ് അറിയാൻ ഈ സ്പീഡ് സെൻസർ. ഇതാണ് സ്പീഡോമീറ്റർ. ഈ മീറ്ററിൽ റീഡിങ് കാണിക്കും, വണ്ടി വർക്കാവും. അത് RPM മീറ്റർ. RPM വണ്ടിയുടെ എഞ്ചിന്റെ RPM അറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര സ്പീഡിൽ കറങ്ങുന്നെന്ന് നമുക്കറിയാം. അത് ആൾട്ടർനേറ്റ് ചെയ്യുന്നതാണ് അതിലോട്ട് പോകുന്നത്. സ്റ്റിയറിംഗ് സിസ്റ്റവും ബ്രേക്ക് സിസ്റ്റവും കൂടെ ഒരുമിച്ച് ചെയ്തേക്കാണ്. ഇത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമാണ്. ഇത് ഫ്ലൂയിഡാണ്. ഇതിൻ്റെ ബ്രേക്കിൻ്റെ മീഡിയം തന്നെ. അതിലേറെ ഇത് ഫ്ലൂയിഡാണ്. നമ്മളിവിടെ ചവിട്ടുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും. ഈ ലൈനിൽ എപ്പോഴും ഫ്ലൂയിഡ് നിൽക്കും. ആ ഫ്ലൂയിഡിന് പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ഇത് നമ്മൾ മാസ് സിലിണ്ടർ എന്ന് പറയും. ഇവിടെ ഒരു വീൽ സിലിണ്ടർ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചവിട്ടപ്പോഴേ ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് വരും. ഇതിൽ ഒരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു പുറത്തോട്ട് തള്ളുന്ന സമയത്ത് ഇത് ബ്രാക്ക് ഷൂ ആണ്. ബ്രാക്ക് ഷൂ എക്സ്പെൻഡ് ചെയ്ത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുമ്പോൾ ഇതിപ്പം ഫ്രീ ആയിട്ട് കറങ്ങുകയാണ്. ഇത് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടുന്ന സമയത്ത് കറങ്ങില്ല. അതായത് ഇത് പുറത്തോട്ട് വന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബ്രാക്ക് സിസ്റ്റം. ഇത് ചെറിയ വണ്ടികളിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഇത് റാക്ക് ആൻഡ് പിൻ സിസ്റ്റമാണ്. ഇത് അറിയൊന്നുമില്ല, നമ്മളിത് പിടിക്കുന്നതനുസരിച്ച് ഇത് റാക്കുണ്ട്. ഇവിടെ ഒരു പിനിയനുണ്ട്. ഈ പിന്നിൽ രണ്ട് ടീത്തുകളുണ്ട്. നമ്മൾ ഇതായപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കിടക്കാനനുസരിച്ച് ഇതിൻ്റെ ടേണിംഗ് ഉണ്ടോ. ഞാൻ വലത്തോട്ട് പിടിക്കുമ്പോൾ ഇത് വീല് വലത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പിനിയനെ ഇടത്തോട്ടാണ് തള്ളുന്നത്. നമ്മൾ പിടിക്കണമെങ്കിൽ പിന്നിനെ ഓപ്പോസിറ്റാണ്. അടുത്ത ഇടത്തോട്ട് പിടിക്കുമ്പോൾ പിന്നിനെ വലത്തോട്ടാണ് തള്ളുന്നത്. അതാണ്. ഇതും ഒരു ചെറിയ വണ്ടിയിലൊക്കെ വരുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. ഇതിലിപ്പം പുതിയതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ബേസ് മാത്രമാണ് ഇത്. പുതിയതിലൊക്കെ നമ്മൾ പവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഇതിൽ തന്നെ മോട്ടർ, ഇലക്ട്രിക് മോട്ടർ വന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഓട്ടിക്കാൻ സുഖത്തിന് വേണ്ടി. പുതിയ വണ്ടികളിലെ പവർ സ്റ്റിയറിംഗ് ആണ്. ഇത് പവർ സ്റ്റിയറിംഗ് പമ്പാണ്. ഇത് എഞ്ചിനിൻ്റെ കറങ്ങുന്നതനുസരിച്ചാണ് ഇത് കറങ്ങുന്നത്. ഇത് ഓയിൽ ഉണ്ടാവും. ഈ ഓയിലിനെ പ്രഷർ ചെയ്തിട്ട് ബോക്സിലോട്ട് കൊടുക്കും. ഈ ബോക്സിനകത്ത് ഓയിൽ പറഞ്ഞതനുസരിച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്താവും. നമുക്ക് ഡ്രൈവിംഗ് കുറച്ചും കൂടെ സ്മൂത്താവും. ഇത് വലിയ വണ്ടിയിൽ പറഞ്ഞാൽ ലേറ്റസ്റ്റ് നമ്മളെ ബസ്സിലും എല്ലാം വരുന്നത് ഈ ടൈപ്പാണ്. ഇതിൻ്റെ പഴയ മോഡലാണ്. ഇത് വെറും മാനുവലാണ്. ഇത് നമുക്ക് നമ്മളെ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് തിരിക്കുന്നത്. ഇത് വേറെ പവർ അസിസ്റ്റൻ്റ് ഒന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് തിരിക്കണം. വലിയ വണ്ടികളിലെ കണ്ടില്ലേ, 2-3 പേര് പിടിച്ച തിരിയുള്ളൂ. ഇതാണ്. ഇതൊക്കെ ഇപ്പം നിലവിൽ ഇപ്പോൾ എല്ലാം പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നുള്ളത്. അത് അറിയാം. ഇത് ഡിഫറൻഷ്യൽ എന്ന് പറയും. വണ്ടിയുടെ റിയർ ആക്സിലാണ്. വണ്ടിയുടെ പുറത്തുള്ള ആക്സിലാണ് വരുന്നത്. ആ എഞ്ചിൻ ഉണ്ടല്ലോ, ആ ഗിയർ ബോക്സിൽ നിന്നിട്ട് അതിന് ഡ്രൈവ് ഇതിലോട്ട് വരും. ഈ ഡ്രൈവ് പറഞ്ഞതനുസരിച്ച് ഇത് കറങ്ങുന്നുണ്ട്. ഇത് കറങ്ങുന്നതനുസരിച്ച് വീല് കറങ്ങും. ഇൻലൈൻ മോഷന് ഇത് റോട്ടറി മോഷനാണ്. ഇത് അവിടെ നിന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടായിട്ട് ഡിഫറെന്റ് രണ്ട് വാക്കുന്നുണ്ട്. അല്ല, ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന യഥാർത്ഥ എഞ്ചിനെ ഒരു ഹാഫ് സെക്ഷൻ ആക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി മാത്രം. അപ്പൊ അതിന്റെ വർക്കിംഗ് സ്വിച്ച് ഇട്ട് തരാം. എവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കണ്ട് മനസ്സിലാക്കാം.
ആ പിസ്റ്റൺ വന്നിട്ട് ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ്. 6 പിസ്റ്റൺ ഇതിലുണ്ട്. 6 പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത് അതിന്റെ മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. പിന്നെ അത് പോയിട്ട് FI പമ്പ് വർക്ക് ചെയ്യുന്നത്, ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നത്, ക്ലച്ച്, ഗിയർ ബോക്സ്. ഒരു എഞ്ചിനിലുള്ള ഒരു എഞ്ചിനിലുള്ള എല്ലാ ആക്സസറീസ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ക്ലോസ്ഡ് ഉള്ള സെക്ഷനാണ്. നമ്മൾ ഇതിന് വേണ്ടി ആ സെക്ഷനായിട്ട് ഇത് കട്ട് ചെയ്തതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പിസ്റ്റൺ കാണാൻ പറ്റത്തില്ല. ഈ പിസ്റ്റന്റെ അപ്പുറത്തെ സൈഡ് എങ്ങനെയോ അതുപോലെ ആയിരിക്കും കവറിങ് ആയിരിക്കും. ഈ ബ്ലോക്ക് വന്നിട്ട് ഇതിന് കവറിങ് ആയിരിക്കും.